ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സെക്കൻഡ് മോഡ്യൂൾ ആണ്, ടെക്നോളജി ഇൻ ഡിഫൻസ്. ലോകത്തിലെ തന്നെ മൂന്നാമത്തെ വലിയ സൈനിക ശക്തിയാണല്ലോ നമ്മളെ ഇന്ത്യ. അപ്പോൾ ഡിഫൻസിനെ കുറിച്ച് പറയുമ്പോൾ ആദ്യം നമ്മൾ DRDO വേണം പഠിക്കാനായിട്ട്, അതായത് ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ. ഇന്ത്യയുടെ തദ്ദേശീയമായിട്ടുള്ള ആയുധ വികസന നിർമ്മാണ പദ്ധതികളെല്ലാം തന്നെ നടപ്പിലാക്കുന്നത് ഈ DRDO ആണ്. ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത് 1958 പ്രധാനപ്പെട്ട 3 ഡിഫൻസ് ഓർഗനൈസേഷൻ കമ്പൈൻ ചെയ്തിട്ടാണ് ഈ DRDO ഫോം ചെയ്തിട്ടുള്ളത്. ഒന്നാമത് ഡിഫൻസ് സയൻസ് ഓർഗനൈസേഷൻ അഥവാ DSO, ഡിഫൻസ് ടെക്നിക്കൽ ഡെവലപ്മെന്റ് എസ്റ്റാബ്ലിഷ്മെന്റ് അതായത് DTDE, അതുപോലെ ഡയറക്ടറേറ്റ് ഓഫ് ടെക്നിക്കൽ ഡെവലപ്മെന്റ് ആൻഡ് പ്രൊഡക്ഷൻ DTDP. ഈ 3 പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂഷൻസ് മെർജ് ചെയ്തിട്ടാണ് DRDO ഫോം ചെയ്തിട്ടുള്ളത്. 1960 സർഫസ് ടു എയർ മിസൈലിൽ നിന്നാണ് DRDO അവരുടെ പ്രൊജക്ടുകൾ ആരംഭിക്കുന്നത്. പ്രൊജക്ട് ഇൻഡിഗോ അതായിരുന്നു DRDOയുടെ ഫസ്റ്റ് മേജർ ഡിഫൻസ് പ്രൊജക്ട്. പക്ഷെ ഈ പ്രൊജക്ട് സക്സസ് ആവാതെ ഡിസ്കണ്ടിന്യൂ ചെയ്യേണ്ടതായിട്ട് വന്നു. തുടങ്ങിയ സമയത്ത്, ഈ ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് രാജ്യമൊട്ടാകെ ഏകദേശം 10 ലാബുകളിൽ നിന്നായിട്ടാണ് DRDO അവരുടെ ഗവേഷണങ്ങൾ നടത്തിയിട്ടുള്ളത്. പക്ഷെ ഇന്ന് ഡിഫൻസിന്റെയും അതുപോലെ ടെക്നോളജിയുടെയും വിവിധ സെക്ടറുകളിൽ ഗവേഷണം നടത്തുന്ന 50ഓളം ലബോറട്ടറീസ് DRDOയ്ക്ക് ഉണ്ട്. നമ്മുടെ രാജ്യത്തിന് പരമപ്രധാനമായിട്ടുള്ള ഓർഗനൈസേഷൻ ആണല്ലോ DRDO. അപ്പൊ അവരുടെ വിഷൻ എന്താണെന്ന് കൂടെ നമുക്കൊന്ന് മനസ്സിലാക്കാം. ഡിഫൻസ് സെക്ടർ ആയതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും രാജ്യത്തിന്റെ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ രാജ്യത്തിനകത്ത് തന്നെ ഡിഫൻസ് ടെക്നോളജി വികസിപ്പിക്കുകയും അതുപോലെ ഡിഫൻസ് സിസ്റ്റം നിർമ്മിക്കുകയും ചെയ്യണം. അപ്പൊ അതുവഴി നമ്മുടെ രാജ്യത്തെ ശാക്തീകരിക്കുക, ഇതാണ് DRDOയുടെ വിഷൻ എന്ന് പറയുന്നത്. ഇനി എന്തൊക്കെയാണ് DRDOയുടെ മിഷൻസ് എന്ന് നമുക്ക് നോക്കാം. ഡിഫൻസ് സർവീസിന് ആവശ്യമായിട്ടുള്ള എക്യുപ്മെന്റ്സ്, വെപ്പൺ സിസ്റ്റംസ് തുടങ്ങിയവയൊക്കെ ഡിസൈൻ ചെയ്യുക, അതുപോലെ ഡെവലപ്പ് ചെയ്യുക. പിന്നെ സൈനിക വിഭാഗങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ മനസ്സിലാക്കി ടെക്നോളജിക്കൽ സൊല്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യുക. അതുവഴി നമുക്ക് എഫക്റ്റീവ്നെസ്സും കൂടാതെ സൈനികരുടെ വെൽബീയിങ്ങും ഉറപ്പുവരുത്താനായിട്ട് കഴിയും. നമ്മുടെ സൈനികർക്ക് ഈ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് അതുപോലെ വെപ്പൺസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ അത് അവർക്ക് ഒത്തിരി സഹായകരമായിരിക്കും അല്ലേ. അതൊക്കെയാണ് മിഷനിൽ പ്രധാനമായിട്ടും DRDO പറയുന്നത്. നമ്മുടെ രാജ്യത്തിന് സ്വന്തമായി മിസൈൽ സിസ്റ്റം വേണമെന്നുള്ള ആശയത്തിൽ നിന്നാണ് IGMDP അഥവാ ഇന്റഗ്രേറ്റഡ് ഗൈഡഡ് മിസൈൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിനെപ്പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പഠിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതിന് കീഴിലുള്ള ടൈപ്സ് ഓഫ് മിസൈൽസ് ആണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത്. ഏതൊക്കെ തരം മിസൈൽസ് ആണ് നമുക്കുള്ളതെന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. മിക്കവയും പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ, എങ്കിലും ജസ്റ്റ് ഇവ ഓരോന്നും ഒന്ന് പറഞ്ഞു പോവാം. ആദ്യത്തേത് സർഫസ് ടു എയർ മിസൈൽ. പേര് പോലെ തന്നെ സർഫസിൽ നിന്നും വായുവിലുള്ള ഒരു എനിമിയെ ടാർഗറ്റ് ചെയ്ത് അയക്കുന്ന മിസൈലാണ് ഇവ. നമ്മളെ ആകാശ്, തൃശൂൽ ഇവയൊക്കെ സർഫസ് ടു എയർ മിസൈലിന് എക്സാമ്പിൾ ആണ്. അടുത്തത് എയർ ടു എയർ മിസൈൽ. വായുവിൽ നിന്ന് വായുവിലുള്ള ഒരു ശത്രുവിനെ ടാർഗറ്റ് ചെയ്ത് അയക്കുന്നതാണ് എയർ ടു എയർ മിസൈൽ. എക്സാമ്പിൾ ആയിട്ട് പറയാനായിട്ട് അസ്ത്ര, മൈക്ക. അടുത്തതാണ് സർഫസ് ടു സർഫസ് മിസൈൽ. സർഫസിൽ നിന്നും സർഫസിൽ തന്നെയുള്ള ഒരു എനിമിയെ ടാർഗറ്റ് ചെയ്ത് ഫയർ ചെയ്യാനായിട്ട് സാധിക്കുന്ന മിസൈലാണ് സർഫസ് ടു സർഫസ് മിസൈൽ. അഗ്നി സീരീസ് ഇതിനൊരു എക്സാമ്പിൾ ആണ്. അടുത്തത് ബാലിസ്റ്റിക് മിസൈൽ ഡിഫൻസ് സിസ്റ്റം. ബാലിസ്റ്റിക് മിസൈൽസിന് അവിടെ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതിന് മുന്നേ തന്നെ ആന്റി ബാലിസ്റ്റിക് മിസൈൽ വെച്ചിട്ട് തകർക്കുന്ന സിസ്റ്റമാണ് ഇത്. അപ്പൊ ഇവ എന്താണെന്നും ഇവിടെ വർക്കിംഗ് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ അടുത്ത സ്ലൈഡിൽ പറയുന്നുണ്ട്. അപ്പൊ അടുത്തത് ക്രൂയിസ് മിസൈൽ. ഇതൊരു ഗൈഡഡ് മിസൈലാണ്. ലാർജ് വാർഹെഡിനെ ലോങ് ഡിസ്റ്റൻസ് വെച്ച് ഹൈ പ്രിസിഷനിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇവ വർക്ക് ചെയ്യുന്നത്. നമ്മളെ ബ്രഹ്മോസ് ക്രൂയിസ് മിസൈലിന് ഒരു എക്സാമ്പിൾ ആണ്. അടുത്തത് സബ്മറൈൻ ലോഞ്ച്ഡ് ബാലിസ്റ്റിക് മിസൈൽ. സബ്മറൈനിൽ നിന്ന് ലോഞ്ച് ചെയ്യാൻ കഴിയുന്ന മിസൈൽസ് ആണിത്. ഇവിടെ പ്രത്യേകത എന്ന് പറയുന്നത് ന്യൂക്ലിയർ വാർഹെഡിനെ ക്യാരി ചെയ്യാനുള്ള കപ്പാസിറ്റി ഇവയ്ക്ക് ഉണ്ട് എന്നതാണ്. അടുത്തത് ആന്റി ടാങ്ക് മിസൈൽസ്. ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഹെവിലി ആംഡ് മിലിറ്ററി വെഹിക്കിൾസിനെ നശിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ബാലിസ്റ്റിക് മിസൈൽ ഡിഫൻസ് സിസ്റ്റത്തിന്റെ പിക്ചറൈസേഷൻ ആണ് ഇത്.
ഒരു ബാലിസ്റ്റിക് മിസൈലിനെ അതിന്റെ ട്രജക്ടറിയിൽ വെച്ച് തന്നെ ഇന്റർസെപ്റ്റ് ചെയ്യാനും നശിപ്പിക്കാനുമായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ് ഈ ബാലിസ്റ്റിക് മിസൈൽ ഡിഫൻസ് സിസ്റ്റം. ടാർഗറ്റിൽ എത്തുന്നതിന് മുന്നേ തന്നെ ബാലിസ്റ്റിക് മിസൈൽസ് ഡിസ്ട്രോയ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിന്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് നോക്കാം. റഡാർ സിസ്റ്റം യൂസ് ചെയ്തിട്ട് എനിമി മിസൈൽ വരുമ്പോൾ അത് ഡിറ്റക്ട് ചെയ്യുന്നു. അതിനുശേഷം ഈ റഡാർ സിസ്റ്റം അത് മിസൈൽ തന്നെയാണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് മിസൈലിന്റെ സ്പീഡ്, ആൾട്ടിറ്റ്യൂഡ്, ബിഹേവിയർ പാറ്റേൺ അവയൊക്കെ റിവ്യൂ ചെയ്യും. റഡാർ കളക്ട് ചെയ്തിട്ടുള്ള ഈ ഡാറ്റ കൺട്രോൾ സ്റ്റേഷനിൽ ലോഡ് ചെയ്തിട്ടുള്ള പാരാമീറ്റേഴ്സ് ആയിട്ട് മാച്ച് ആയിട്ടുണ്ടെങ്കിൽ മിസൈൽ കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്ററിലെ സ്ക്രീനിൽ അത് തെളിയും. അതിനുശേഷം കൺട്രോൾ ഓഫീസർ ടാർഗറ്റ് പാരാമീറ്റേഴ്സ് റിവ്യൂ ചെയ്തിട്ട് ഈ ലോഞ്ച് കൺട്രോൾ സെന്ററിൽ ആന്റി ബാലിസ്റ്റിക് മിസൈൽ സ്റ്റാൻഡ് ബൈ മോഡിൽ നിന്നും മാറ്റിയിട്ട് ഓപ്പറേഷൻ മോഡിലേക്ക് മാറ്റാനായിട്ടുള്ള നിർദ്ദേശം കൊടുക്കും. അപ്പോൾ അതേസമയം ഈ കമ്പ്യൂട്ടർ കണ്ടിന്യൂസ് ആയിട്ട് ഫയറിംഗ് പാരാമീറ്റേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യുകയും ചെയ്യും. കില്ലിംഗ് അല്ലെങ്കിൽ അറ്റാക്ക് പ്രോബബിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് മിസൈൽസ് പ്രീ ഡിറ്റർമിൻഡ് ഇന്റർവെൽസിൽ ഒന്നിച്ച് ഫയർ ചെയ്യും. ഫയർ കൺട്രോൾ റഡാർ കണ്ടിന്യൂസ് ആയിട്ട് ടാർഗറ്റിനെ ട്രാക്ക് ചെയ്യുകയും അതിനോടൊപ്പം തന്നെ ഔട്ട് ബൗണ്ട് മിസൈൽസിനെ ഇന്റർസെപ്ഷൻ ഇൻഫോർമേഷൻസ് അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്യും. ഇങ്ങനെയാണ് ബാലിസ്റ്റിക് മിസൈൽ സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. ബാലിസ്റ്റിക് മിസൈൽ സിസ്റ്റം ഉള്ള 5th കൺട്രിയാണ് നമ്മളെ ഇന്ത്യ. അടുത്തതായി നമ്മൾ നോക്കുന്നത് IGMDP. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നല്ലേ, ഇന്റഗ്രേറ്റഡ് ഗൈഡഡ് മിസൈൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം. നമുക്ക് എല്ലാവർക്കും ആദരണീയനായ ഇന്ത്യയുടെ മിസൈൽ മാൻ എന്നറിയപ്പെടുന്ന ഡോക്ടർ APJ അബ്ദുൽ കലാം സാറിന്റെ ഡ്രീം ആയിരുന്നു ഇന്ത്യ മിസൈൽ ടെക്നോളജിയിൽ സെൽഫ് സഫീഷ്യന്റ് ആവുക എന്നത്. അപ്പൊ ഇതിന്റെ ഫലമായിട്ട് 1983 IGMDP സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് 2012 അവസാനിക്കുകയുണ്ടായി. ഈ IGMDP ലോഞ്ചിങ് ഓപ്പറേഷൻ, അവയുടെ ലോഞ്ചിങ് ഓപ്പറേഷൻസ് മോണിറ്റർ ചെയ്യുന്നതും അതുപോലെ നടത്തിക്കൊണ്ടിരുന്നതും സ്ട്രാറ്റജിക് ഫോഴ്സ് കമാൻഡ് എന്ന SFC ആണ്. ഈ പ്രോഗ്രാമിന്റെ അതായത് IGMDPയുടെ ഭാഗമായിട്ടാണ് നമ്മൾ ഇന്ത്യയിലെ മിസൈൽ സിസ്റ്റംസ് ആയിട്ടുള്ള ത്രിശൂല്, ആകാശ്, നാഗ്, പൃഥ്വി, അതുപോലെ അഗ്നി എന്നിവ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. IGMDPയുടെ ഭാഗമായിട്ട് DRDO വികസിപ്പിച്ച മിസൈൽ സിസ്റ്റംസ് നമുക്കൊന്ന് പരിശോധിക്കാം. ആദ്യത്തേത് പൃഥ്വി. ഇതൊരു സർഫസ് ടു സർഫസ് ഷോർട്ട് റേഞ്ച് ബാലിസ്റ്റിക് മിസൈൽ ആണ്, SRBM. 3 വേർഷൻസ് ഓഫ് പൃഥ്വി ഉണ്ട്: പൃഥ്വി 1, പൃഥ്വി 2, പൃഥ്വി 3. അടുത്തതാണ് അഗ്നി. ഒരു ഇന്റർമീഡിയറ്റ് റേഞ്ച് സർഫസ് ടു സർഫസ് ബാലിസ്റ്റിക് മിസൈൽ ആണ് അഗ്നി. അഗ്നിയുടെ 5 വേർഷൻസ് ആണ് ഉള്ളത്. ഇനിയുള്ളതാണ് ത്രിശൂൽ. ഷോർട്ട് റേഞ്ച് ലോ ലെവൽ സർഫസ് ടു എയർ മിസൈൽ ആണ് ത്രിശൂൽ. അതിന്റെ റേഞ്ച് ഏകദേശം 6000 മുതൽ 8000 കിലോമീറ്റർ വരെയാണ്. 1000 കിലോഗ്രാം വരുന്ന ന്യൂക്ലിയർ അതുപോലെ ഹൈ എക്സ്പ്ലോസീവ് ആയിട്ടുള്ള വാർ ഹെഡ്സും ക്യാരി ചെയ്യാനുള്ള കപ്പാസിറ്റി ത്രിശൂലിനുണ്ട്. അടുത്തതാണ് നാഗ്. ഓൾ വെദർ ഫയർ ആൻഡ് ഫോർഗറ്റ് ആന്റി ടാങ്ക് ഗൈഡഡ് മിസൈൽ ആണ് നാഗ്. ഇതിന്റെ ഓപ്പറേഷൻ റേഞ്ച് എന്നത് ഏകദേശം 500 മീറ്റർ മുതൽ 20 കിലോമീറ്റർ വരെയാണ്. 8 kg വരെയുള്ള വാർ ഹെഡ് വഹിക്കാനുള്ള കഴിവും നാഗ് മിസൈൽസിനുണ്ട്. ലാസ്റ്റ് വൺ ആണ് ആകാശ്. മീഡിയം റേഞ്ച് മൊബൈൽ സർഫസ് ടു എയർ മിസൈൽ ആണ് ആകാശ് എന്നത്. മൊബൈൽ പ്ലാറ്റ്ഫോംസ് ആയിട്ടുള്ള ബാറ്റർ ടാങ്ക്സ് അല്ലെങ്കിൽ വീൽഡ് ട്രക്ക് എന്നിവയിൽ നിന്നൊക്കെ ആകാശ് വിക്ഷേപിക്കാനായിട്ട് സാധിക്കും. ഈ സ്ലൈഡിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, താഴെ എഴുതിയിരിക്കുന്നത് പാറ്റ്ന എന്ന് എഴുതിയിരിക്കുന്നത്. നമ്മൾ ഈ 5 മിസൈൽ സിസ്റ്റത്തിനെ ഓർത്തിരിക്കാനായിട്ടുള്ള ഒരു കോഡായിട്ട് നമുക്കത് യൂസ് ചെയ്യാവുന്നതാണ്. നമ്മുടെ മിസൈൽ സിസ്റ്റത്തിൽ പ്രധാനപ്പെട്ടവയാണ് പൃഥ്വി ആൻഡ് അഗ്നി മിസൈൽ സിസ്റ്റം. അതിനെക്കുറിച്ചാണ് നമ്മുടെ താഴെ കാണിച്ചിരിക്കുന്നത്. പൃഥ്വി സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് 3 വേർഷൻസ്. പൃഥ്വി 1 ഇതൊരു ആർമി വേർഷൻ ആണ്. റേഞ്ച് ഏകദേശം 150 കിലോമീറ്റേഴ്സ് ആണ് വരുന്നത്. 1000 കിലോഗ്രാംസ് വരെ പേലോഡ് വഹിക്കാനുള്ള കപ്പാസിറ്റിയും ഈ മിസൈൽസിനുണ്ട്. ഇനി പൃഥ്വി 2 എയർഫോഴ്സിന്റെ വേർഷൻ ആണ്. പൃഥ്വി 2 എന്ന് പറയുന്നത് റേഞ്ച് ഏകദേശം 350 കിലോമീറ്റേഴ്സും 500 കിലോഗ്രാം വരെ പേലോഡ് വഹിക്കാനുള്ള കപ്പാസിറ്റിയും ഇവയ്ക്കുണ്ട്. ഇനി നേവൽ വേർഷൻ ആയിട്ടുള്ളതാണ് പൃഥ്വി 3. ഇതിന്റെ റേഞ്ച് ഏകദേശം 600 കിലോമീറ്റേഴ്സ് ആണ് വരുന്നത്. പേലോഡ് കപ്പാസിറ്റി 1000 കിലോഗ്രാമും വരുന്നുണ്ട്. ഇനി അഗ്നി സീരീസ് ആണ്. അഗ്നി 1 ഇതൊരു MRBM മിസൈൽ ആണ്, മീഡിയം റേഞ്ച് ബാലിസ്റ്റിക് മിസൈൽ.
റേഞ്ച് ഏകദേശം 700 മുതൽ 900 കിലോമീറ്റേഴ്സ് വരെയാണ് വരുന്നത്. ഏതാണ്ട് 1000 കിലോഗ്രാം വരെ പേലോഡ് വഹിക്കാനുള്ള കപ്പാസിറ്റി ഇവയ്ക്കുണ്ട്. ഇനി അഗ്നി 2, ഇതും ഒരു MRBM മിസൈലാണ്. റേഞ്ച് 2000 മുതൽ 3000 കിലോമീറ്റേഴ്സ് വരെയും പേലോഡ് കപ്പാസിറ്റി ഏകദേശം 750 മുതൽ 1000 കിലോഗ്രാം വരെയാണ് വരുന്നത്. അഗ്നി 3, ഇതൊരു IRBM മിസൈലാണ്, ഇന്റർമീഡിയറ്റ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈൽ. റേഞ്ച് ഏകദേശം 3500 മുതൽ 5000 കിലോമീറ്റേഴ്സ് വരെയാണ്. അതുപോലെ 2000 മുതൽ 2500 വരെ കിലോഗ്രാം വരെ പേലോഡ് വഹിക്കാനുള്ള കപ്പാസിറ്റി ഇവയ്ക്കുണ്ട്. ഇനി അഗ്നി 4, ഇതും ഒരു IRBM ഗണത്തിൽപ്പെടുന്ന മിസൈലാണ്. റേഞ്ച് 3000 മുതൽ 4000 കിലോമീറ്റേഴ്സ് വരെയും പേലോഡ് കപ്പാസിറ്റി 800 മുതൽ 1000 കിലോഗ്രാം വരെയാണ് വരുന്നത്. ഇനിയിപ്പോൾ പ്രസന്റ്ലി ടെസ്റ്റിംഗ് ഒക്കെ നടക്കുന്ന അഗ്നിയുടെ വേർഷനാണ് അഗ്നി 5. ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈലാണ് ഇത്, ഒരു ICBM മിസൈൽ. ഇതിന്റെ മിനിമം റേഞ്ച് എന്ന് പറയുന്നത് 5500 കിലോമീറ്റേഴ്സ് ആണ്. ഏതാണ്ട് 1500 കിലോഗ്രാം വരെയുള്ള പേലോഡ് കപ്പാസിറ്റിയും ഇവയ്ക്കുണ്ട്. അഗ്നി സീരീസിന്റെ അണ്ടർ ഡെവലപ്മെന്റിലുള്ള മിസൈലാണ് അഗ്നി 6. ഇതും ഒരു ICBM ഗണത്തിൽപ്പെടുന്ന മിസൈലാണ്. റേഞ്ച് ഏതാണ്ട് എക്സ്പെക്ട് ചെയ്യുന്നത് 8000 മുതൽ 10000 കിലോമീറ്റേഴ്സ് വരെയാണ്. കൂടാതെ 1000 കിലോഗ്രാം വരെ പേലോഡ് വഹിക്കാനുള്ള കപ്പാസിറ്റിയും പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ അഗ്നി സീരീസിന്റെ അഗ്നി 4 ആൻഡ് അഗ്നി 5 മൾട്ടിപ്പിൾ ഇൻഡിപെൻഡന്റ്ലി ടാർഗറ്റബിൾ റീ എൻട്രി വെഹിക്കിൾ എന്ന ഗണത്തിലാണ് കണക്കാക്കുന്നത്. ഇതെന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൾട്ടിപ്പിൾ ടാർഗറ്റിൽ ഒരേ സമയത്ത് അറ്റാക്ക് ചെയ്യാൻ സാധിക്കുന്ന തരത്തിലുള്ള മിസൈൽസ് ആണ് ഇവ. അതാണ് ഇതിന്റെ പ്രത്യേകത. അടുത്തത് മാക് നമ്പർ. ഈ ടേം നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ? എയർക്രാഫ്റ്റിന്റെ അല്ലെങ്കിൽ മിസൈലിന്റെ ഒക്കെ സ്പീഡ് കണക്കാക്കുന്നത് മാക് നമ്പർ വെച്ചിട്ടാണ്. അതായത് ഒരു മൂവിങ് ഒബ്ജക്റ്റിന്റെ സ്പീഡ് നമ്മൾ സൗണ്ടിന്റെ സ്പീഡുമായിട്ട് റിലേറ്റ് ചെയ്ത് പറയുമ്പോഴാണ് ഈ മാക് നമ്പർ കിട്ടുന്നത്. മാക് നമ്പർ എന്നാൽ ബോഡിയുടെ സ്പീഡും അതുപോലെ സൗണ്ടിന്റെ സ്പീഡും തമ്മിലുള്ള റേഷ്യോ ആണ്. അതിൽ വരുന്നതാണ് ഈ ഹൈപ്പർസോണിക്. ഹൈപ്പർസോണിക് എന്നത് മാക് 5 വരുമ്പോഴാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൗണ്ടിന്റെ സ്പീഡിന്റെ 5 ടൈംസ് കൂടുതൽ സ്പീഡായിരിക്കും ഇത്. നമ്മൾ ബ്രഹ്മോസ് 2 ഇതിനൊരു എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. അടുത്തതാണ് സൂപ്പർ സോണിക്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാക് 3 മുതൽ 2 വരെ വരുമ്പോഴാണ് ഈ സൂപ്പർ സോണിക് ആവുന്നത്. എക്സാമ്പിൾ ബ്രഹ്മോസ് ആണ്. അടുത്തത് സബ്സോണിക്. സബ്സോണിക് എന്നാൽ മാക് 0.8 ആയിരിക്കും. ഈ മിസൈൽസ് സ്പീഡ് ഓഫ് സൗണ്ടിനേക്കാൾ പതുക്കെ ആയിട്ടായിരിക്കും സഞ്ചരിക്കുക. നിർഭയാണ് ഇതിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് കണക്കാക്കാവുന്നത്. റീസെന്റ് ആയിട്ട് DRDO ടെസ്റ്റ് ചെയ്ത മിസൈൽ സിസ്റ്റംസ് ആണ് ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഓരോന്നും നമുക്കൊന്ന് നോക്കാം. തദ്ദേശീയമായി നിർമ്മിച്ച 500 മുതൽ 1000 കിലോഗ്രാം വരെ ന്യൂക്ലിയർ വാർഹെഡ് വഹിക്കാൻ ശേഷിയുള്ള ഒന്നാണ് ഈ പൃഥ്വി 2 എന്ന് പറയുന്നത്. 2019 നവംബറിലാണ് ഇത് ടെസ്റ്റ് ചെയ്തത്. സക്സസ്ഫുൾ ആയിട്ടാണ് ടെസ്റ്റ് കംപ്ലീറ്റ് ചെയ്തത്. ഇതേപോലെ തന്നെ 2019 നവംബറിലാണ് അഗ്നി 2ഉം അഗ്നി 3യും ടെസ്റ്റ് ചെയ്തത്. അഗ്നി 2ന് സ്ട്രൈക്ക് റേഞ്ച് എന്ന് പറയുന്നത് 2000 മുതൽ 3000 കിലോമീറ്റേഴ്സ് ആണ്. ഏകദേശം 1000 കിലോഗ്രാം വരുന്ന പേലോഡ് വഹിച്ചുകൊണ്ട് ഏതാണ്ട് 2000 കിലോമീറ്റേഴ്സ് സഞ്ചരിക്കാൻ കഴിവുള്ളതാണ് അഗ്നി 2. ഇനി അഗ്നി 3. അഗ്നി 3യുടെ ഫസ്റ്റ് നൈറ്റ് ട്രയൽ ആയിരുന്നു 2019 നടന്നിട്ടുള്ളത്. പ്ലാൻ ചെയ്ത ട്രജക്ടറിയിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് ഇത് സഞ്ചരിച്ചത്. അതുകൊണ്ട് തന്നെ ഈ ലോഞ്ച് ഫെയിലിയർ ആയിട്ടാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അടുത്തത് നിർഭയാണ്. സബ്സോണിക് ക്രൂയിസ് മിസൈലാണ് നിർഭയ്. DRDO ആദ്യമായി തദ്ദേശീയമായി ഡിസൈൻ ചെയ്ത് നിർമ്മിച്ച ലോങ് റേഞ്ച് സബ്സോണിക് ക്രൂയിസ് മിസൈലാണ് നിർഭയ്. 300 കിലോഗ്രാം വരെ വാർഹെഡ് ക്യാരി ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഈ നിർഭയുടെ റേഞ്ച് എന്ന് പറയുന്നത് 800 മുതൽ 1000 കിലോമീറ്റേഴ്സ് വരെയാണ്. അടുത്തത് ബ്രഹ്മോസ് ആണ്. ക്രൂയിസ് മിസൈൽ ആയിട്ടുള്ള ഇത് 2019 ഡിസംബറിലാണ് സക്സസ്ഫുള്ളി ടെസ്റ്റ് ചെയ്തത്. ലാസ്റ്റ് വൺ ആണ് K4 സബ്മറൈൻ ലോഞ്ച്ഡ് ബാലിസ്റ്റിക് മിസൈൽ. സബ്മറൈനിൽ നിന്നും ലോഞ്ച് ചെയ്യാൻ കഴിയുന്ന ബാലിസ്റ്റിക് മിസൈൽ ആണിത്. ഇതിന്റെ റേഞ്ച് ഏകദേശം 35,000 കിലോമീറ്റേഴ്സ് ആണ് വരുന്നത്. നമ്മുടെ രാജ്യത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു ഓർഗനൈസേഷനാണ് DRDO എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് അതിനനുസരിച്ചുള്ള ആക്ടിവിറ്റീസും ധാരാളമായിട്ട് ഉണ്ടാവും. അതിൽ പ്രധാനപ്പെട്ട ചില പ്രൊജക്ട്സ് ആണ് നമ്മളിവിടെ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇവ ഓരോന്നും നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോവാം. ആക്ടിവിറ്റീസിൽ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് അഗ്നി 5 ആണ്.
ഇത് ഇന്ത്യയുടെ ആദ്യത്തെ ന്യൂക്ലിയർ കേപ്പബിൾ ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈലാണ്. കൂടാതെ അഗ്നി 5 മോസ്റ്റ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സർഫസ് ടു സർഫസ് ബാലിസ്റ്റിക് മിസൈലും ആണ്. ഇത് 2018 ഒഡീഷയിലെ ഡോക്ടർ അബ്ദുൽ കലാം ഐലൻഡിൽ നിന്നും വിജയകരമായിട്ട് ടെസ്റ്റ് ചെയ്തു. ഏകദേശം 1.5 ടൺ വരുന്ന ന്യൂക്ലിയർ വാർഹെഡ് ക്യാരി ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഒരു മിസൈലാണ് അഗ്നി 5. 3 സ്റ്റേജ് സോളിഡ് റോക്കറ്റ് ആണ് ഇതിന്റെ എഞ്ചിൻ. അതുപോലെ സോളിഡ് ഫ്യൂവൽ ആണ് പ്രൊപ്പലന്റ് ആയിട്ട് ഉപയോഗിക്കുന്നത്. ഫയർ ആൻഡ് ഫോർഗെറ്റ് മിസൈലിന്റെ ടൈപ്പിൽ വരുന്നതാണ് അഗ്നി 5. എന്ന് വെച്ചാല് ഫയർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഇന്റർസെപ്റ്റർ മിസൈലിന്റെ ഹെൽപ്പോട് കൂടി അല്ലാതെ ഇത് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് കഴിയില്ല. അതായത് ഇന്റർസെപ്റ്റർ മിസൈൽ എന്നാല് ബാലിസ്റ്റിക് മിസൈലിനെ കൗണ്ടർ ചെയ്യുന്ന ഒരു മിസൈലാണ്. ഈ അഗ്നി സീരീസിൽ തന്നെ ആദ്യത്തെ 3 സ്റ്റേജ് എഞ്ചിനുള്ള മിസൈലാണ് അഗ്നി 5. ഈ അഗ്നി 5ന്റെ സ്പീഡ് ഏതാണ്ട് മാക് 24 ആണ്. അതായത് ഏകദേശം 8.16 km/s. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ള IGMDP അഥവാ ഇന്റഗ്രേറ്റഡ് ഗൈഡഡ് മിസൈൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം, അവരാണ് ഈ അഗ്നി 5 ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അങ്ങനെയുള്ള ഈ മിസൈലിന്റെ റേഞ്ച് ഏകദേശം പറയുന്നത് 5500 മുതൽ 5800 കിലോമീറ്റേഴ്സ് വരെയാണ്. അടുത്തത് സൂപ്പർ സോണിക് ക്രൂയിസ് മിസൈൽ ആയിട്ടുള്ള ബ്രഹ്മോസ് ആണ്. അഗ്നി 5 പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് ബ്രഹ്മോസും. നമ്മുടെ ഇന്ത്യയുടെ DRDOയും റഷ്യയുടെ NPOMും കൂടി ചേർന്ന് പ്രവർത്തിച്ചാണ് ബ്രഹ്മോസ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഈ ബ്രഹ്മോസ് എന്ന പേരെങ്ങനെയാ വന്നതെന്നുള്ളത് നമുക്ക് അറിയുന്നുണ്ടാവും. നദികളായിട്ടുള്ള ഇന്ത്യൻ നദിയായിട്ടുള്ള ബ്രഹ്മപുത്ര, അതുപോലെ റഷ്യൻ നദിയായിട്ടുള്ള മോസ്കോ, ഈ 2 പേരുകളിൽ നിന്നാണ് ബ്രഹ്മോസ് എന്ന പേര് കണ്ടെത്തിയിട്ടുള്ളത്. ഈ ബ്രഹ്മോസിന്റെ ആദ്യ ഫ്ലൈറ്റ് റേഞ്ച് 300 കിലോമീറ്റർ ആയിരുന്നെങ്കിലും പിന്നീട് ഇന്ത്യ മിസൈൽ ടെക്നോളജി കൺട്രോൾ റെജിം അല്ലെങ്കിൽ MTCRൽ ജോയിൻ ചെയ്ത ശേഷം ഏകദേശം 450 മുതൽ 600 കിലോമീറ്റർ വരെ എക്സ്റ്റെൻഡ് ചെയ്യുകയുണ്ടായി. ഇനി MTCR അഥവാ മിസൈൽ ടെക്നോളജി കൺട്രോൾ റെജിം ഇതെന്താണെന്നും കൂടെ ഒന്ന് പറഞ്ഞു പോവാം. ഇത് 1987 സ്ഥാപിതമായിട്ടുള്ള ഒരു റെജിമാണ്. ബാലിസ്റ്റിക് മിസൈൽസ് അതുപോലെ തന്നെ മറ്റുള്ള അൺമാൻഡ് ഡെലിവറി സിസ്റ്റംസ് എന്നിവയുടെയൊക്കെ സ്പ്രെഡ് ലിമിറ്റ് ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഈ റെജീം നിലവിൽ വരുന്നത്. ലോകത്തിലെ തന്നെ കീ മിസൈൽ മാനുഫാക്ചേഴ്സ് ഉൾക്കൊള്ളുന്ന 35 മെമ്പർ കൺട്രീസ് ഉള്ളതാണ് ഈ റെജീം. മാസ് ഡിസ്ട്രക്ഷന് കാരണമായേക്കാവുന്ന ഏത് ആയുധങ്ങളുടെയും അതുപോലെ തന്നെ 500 കിലോഗ്രാം പേലോഡ് വഹിച്ച് 300 കിലോമീറ്റേഴ്സ് എങ്കിലും പോകുവാൻ കഴിയുന്ന മിസൈൽസ് എക്സ്പോർട്ട് റെസ്ട്രിക്റ്റ് ചെയ്യുക. ഇതാണ് മെയിൻ ആയിട്ട് MTCRന്റെ ഉദ്ദേശമായിട്ട് പറയുന്നത്. ഈ MTCR ഒരു ട്രീറ്റി അല്ല, അതുകൊണ്ട് തന്നെ ലീഗലി ബൈൻഡിങ് ആയിട്ടുള്ള ഒബ്ലിഗേഷൻസ് ഒന്നും തന്നെ ഇമ്പോസ് ചെയ്യാനായിട്ട് പറ്റൂല. പൊളിറ്റിക്കൽ അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ കീഴിലാണ് ഈ MTCR വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് ലിമിറ്റേഷൻസും ഉണ്ട്. ഈ ബ്രഹ്മോസ് മിസൈല് ലാൻഡിൽ നിന്നോ കടലിൽ നിന്നോ അതുപോലെ വായുവിൽ നിന്നോ വിക്ഷേപിക്കാനായിട്ട് സാധിക്കും. ഇവയ്ക്ക് കാലാവസ്ഥയോ ഡേയോ നൈറ്റോ ഇതൊന്നും ബാധകമല്ലാതെ തന്നെ പിൻ പോയിന്റ് ആക്യുറസി നൽകാനായിട്ടുള്ള കഴിവുണ്ട്. ഇത് നേരത്തെ പറഞ്ഞ പോലെ ഫയർ ആൻഡ് ഫോർഗെറ്റ് മിസൈൽ സിസ്റ്റത്തിന്റെ കൂട്ടത്തിൽ വരുന്നതാണ്. ഇപ്പോൾ ഉള്ളതിൽ വെച്ച് ഏറ്റവും വേഗത കൂടിയ ക്രൂയിസ് മിസൈലിൽ ഒന്നാണ് ഈ ബ്രഹ്മോസ്. ഇതിന്റെ സ്പീഡ് ഏകദേശം 2.8 മാക് ആണ് പറയുന്നത്. അടുത്തത് തേജസ്. തേജസ് ഒരു മൾട്ടി റോൾ ലൈറ്റ് ഫൈറ്റർ ആണ്. തേജസിന്റെ മാനുഫാക്ചറർ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ആണ്, അഥവാ HAL. ഈ HALനോട് ചേർന്ന് DRDOയും നാഷണൽ എയറോസ്പേസ് ലബോറട്ടറീസും ഇതിനായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. 2016 നിർമ്മാണം ആരംഭിച്ചിട്ടുള്ള തേജസിന്റെ തേജസ് മാർക്ക് 1 ഇന്ത്യൻ എയർഫോഴ്സിലേക്ക് ജോയിൻ ചെയ്യാനായിട്ടുള്ള പ്രയത്നത്തിലാണ്. ഇനി അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾ അഥവാ UAVs. ഹ്യൂമൻ പൈലറ്റ് ഇല്ലാത്ത വെഹിക്കിൾസ് ആണല്ലോ അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾസ്. നമ്മളെ ഡ്രോൺസ് എല്ലാം എക്സാമ്പിൾ ആയിട്ട് പറയാവുന്നതാണ് UAVsല്. DRDO ഇപ്പൊ റീസെന്റ് ആയിട്ട് 2 UAVs ഡെവലപ്പ് ചെയ്യുണ്ടായി, ലക്ഷ്യ ആൻഡ് നിശാന്ത്. ഇവ ദീർഘദൂരം സഞ്ചരിക്കാൻ പ്രാപ്തിയുള്ളതാണ്. കൂടാതെ ലോങ് റേഞ്ച് ഹൈ ആൾട്ടിറ്റ്യൂഡിൽ സഞ്ചരിക്കാൻ പാകത്തിനുള്ള ഡെവലപ്മെന്റ്സും ഇപ്പൊ നടക്കുന്നുണ്ട്. വെറൈറ്റി ഓഫ് പേലോഡ്സ് വഹിക്കാനുള്ള പ്രാപ്തി ഉള്ളവയായിരിക്കും ഇവ എന്നതാണ് ഇതിന്റെ മറ്റൊരു പ്രത്യേകത. ഇനി ഇൻസാസ് ആണ്.
വേരിയസ് കൺട്രീസ് എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു അസാൾട്ട് റൈഫിളാണ് ഇൻസാസ്. അമേരിക്കയുടെ M4 ഫാമിലി പോലെ ഇതൊരു ഫാമിലി ഓഫ് ഗൺസ് ആണ്. ഇന്ത്യൻ ആർമിയും അതുപോലെ തന്നെ പാരാമിലിറ്ററി ഫോഴ്സും വൈഡ്ലി യൂസ് ചെയ്യുന്ന ഒന്നാണ് ഇൻസാസ്. അടുത്തത് ബയോ ടോയ്ലറ്റ്സ്. നമ്മുടെ DRDO ഏകദേശം 530 പരം പ്രൊജക്ട്സിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അതിന് മിക്കതും ഡിഫൻസ് റിലേറ്റഡ് ആണ്. എന്നാൽ DRDO വർക്ക് ചെയ്യുന്ന സിവിലിയൻ പ്രൊജക്ട്സിൽ മെയിൻ ആയിട്ട് വരുന്ന ഒന്നാണ് ബയോ ടോയ്ലറ്റ് ഇൻസ്റ്റലേഷൻ. നമ്മുടെ റെയിൽവേ പോലുള്ള പബ്ലിക് ഡൊമെയിൻസിലും അതുപോലെ ഋഷികേശ് പോലുള്ള തീർത്ഥാടന കേന്ദ്രങ്ങളിലും ഒക്കെ ഇപ്പോൾ ബയോ ടോയ്ലറ്റ്സ് മാൻഡേറ്ററി ആയി വന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്തത് സാഗരിക. സബ്മറൈനിൽ നിന്നും വിക്ഷേപിക്കാവുന്ന ഒരു ബാലിസ്റ്റിക് മിസൈലാണ് സാഗരിക. ഇതിന്റെ റേഞ്ച് ഏകദേശം 750 കിലോമീറ്റേഴ്സ് ആണ് വരുന്നത്. ന്യൂക്ലിയർ വാർഹെഡ് വഹിക്കാൻ കഴിവുള്ള ഈ മിസൈല് ഏതാണ്ട് 500 കിലോഗ്രാം വരെ പേലോഡ് വഹിച്ചു കൊണ്ടുപോകാൻ കപ്പാസിറ്റി ഉള്ളവയാണ്. ഇനി INS അരിഹന്ത്. ഇന്ത്യയുടെ ഫസ്റ്റ് ന്യൂക്ലിയർ പവേർഡ് ബാലിസ്റ്റിക് മിസൈൽ സബ്മറൈൻസിന്റെ ഗ്രൂപ്പിൽ വരുന്നതാണ് ഈ INS അരിഹന്ത്. ഈ സബ്മറൈനെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടെക്നോളജിക്കൽ അച്ചീവ്മെന്റ്സ് ആണ് DRDOക്ക് കിട്ടിയിട്ടുള്ളത്. ഈ ന്യൂക്ലിയർ പവേർഡ് ബാലിസ്റ്റിക് മിസൈൽ സബ്മറൈൻ സിസ്റ്റം ഉള്ള 5th കൺട്രിയാണ് നമ്മളെ ഇന്ത്യ. അടുത്തത് ധ്രുവ് ഹെലികോപ്റ്റേഴ്സ്. ഇതൊരു 5 ടൺ ഹെലികോപ്റ്റർ ആണ്. ഇന്ത്യൻ ആർമി, ഇന്ത്യൻ എയർഫോഴ്സ്, ഇന്ത്യൻ നേവി എന്നിവയിലെല്ലാം ധ്രുവ് ഹെലികോപ്റ്റേഴ്സ് ഇൻഡ്യൂസ്ഡ് ആണ്. ഈ ധ്രുവ് ഹെലികോപ്റ്റേഴ്സ് മിലിറ്ററി ആൻഡ് സിവിൽ ഓപ്പറേഷൻസിന്റെ റിക്വയർമെന്റ്സിന് വേണ്ടിയിട്ടാണ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അടുത്തത് നമ്മൾ നേരത്തെ മെൻഷൻ ചെയ്തിട്ടുള്ള നിർഭയാണ്. ഏത് വെതർ കണ്ടീഷനിലും ലോഞ്ച് ചെയ്യാൻ പാകത്തിനാണ് നിർഭയ് മിസൈൽസ് നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ബ്രഹ്മോസ് മിസൈൽസിന് കോംപ്ലിമെന്ററി ആയിട്ടാണ് നിർഭയ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഇത് ചെയ്തത് എയറോനോട്ടിക്കൽ ഡെവലപ്മെന്റ് എസ്റ്റാബ്ലിഷ്മെന്റ് ആണ്. റീസെന്റ് DRDO ഡെവലപ്പ് ചെയ്ത ഒന്നാണ് ഡിസിൻഫെക്ഷൻ യൂണിറ്റ്. അൾട്രാസ്വച്ച് എന്നാണ് ഇതിന് നൽകിയിരിക്കുന്ന പേര്. PPE കിറ്റ്സ്, ഇലക്ട്രോണിക് ഐറ്റംസ്, ഫാബ്രിക്സ് തുടങ്ങിയ വലിയൊരു റേഞ്ചിലുള്ള മെറ്റീരിയൽ ഡിസിൻഫെക്റ്റന്റ് ആയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. COVID-19 പ്രതിരോധ ഭാഗമായിട്ടാണ് അൾട്രാസ്വച്ച് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അഡ്വാൻസ്ഡ് ഓക്സിഡേറ്റീവ് പ്രോസസ്സ് അഥവാ ഓസോണേഷൻ ഉപയോഗിച്ചാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഇതിന്റെ വർക്കിംഗ് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഓസോണേഷൻ പ്രോസസ്സിൽ വെരി റിയാക്റ്റീവ് ഓക്സിജൻ സ്പീഷീസ് ഉണ്ടാവുന്നുണ്ട്. ആ റിയാക്റ്റീവ് ഓക്സിജൻ സ്പീഷീസ് വൈഡ് റേഞ്ച് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് അതുപോലെ എല്ലാ മൈക്രോ ഓർഗാനിസത്തിനെയും അറ്റാക്ക് ചെയ്യുന്നു. ഇങ്ങനെയാണ് അൾട്രാസ്വച്ചിന്റെ വർക്കിംഗ് നടക്കുന്നത്. വൈറസിനെയും ബാക്ടീരിയയും ഒക്കെ ഡിസ്ട്രോയ് ചെയ്യുന്നതിനായിട്ട് ക്ലോറിനേക്കാൾ എഫക്റ്റീവ് ആണ് ഓസോൺ. അതാണ് ഈ അൾട്രാസ്വിച്ചിന്റെ പ്രാധാന്യം. അടുത്തത് ഒരു ഡിവൈസ് ആണ്, ഓട്ടോമേറ്റഡ് കോണ്ടാക്ട്ലെസ് UVC ഡിവൈസ്. COVID-19 പശ്ചാത്തലത്തിൽ ഹൈ ഇൻഫെക്ഷൻ ഉള്ള ഏരിയയിൽ ഡിസിൻഫെക്ഷൻ നടത്താനായിട്ടാണ് ഈ ഡിവൈസ് യൂസ് ചെയ്യുന്നത്. DRDO ഡെവലപ്പ് ചെയ്ത ഈ ഡിവൈസ് കെമിക്കൽ ഫ്രീ ഡിസിൻഫെക്ഷൻ യൂണിറ്റ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇതിനെ അൾട്രാ വയലറ്റ് ഡിസിൻഫെക്ഷൻ ടവർ എന്നാണ് കോമൺലി അറിയപ്പെടുന്നത്. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ സെക്കൻഡ് മോഡ്യൂള്. ഒരു ചെറിയ മോഡ്യൂളാണ്. ഇതോടുകൂടി നമ്മളെ സെക്കൻഡ് മോഡ്യൂള് അവസാനിക്കുകയാണ്. താങ്ക് യു.